രക്ഷ അല്ലെങ്കിൽ നിത്യജീവൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അത് ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലാണോ അതോ ന്യായപ്രമാണങ്ങൾ അല്ലെങ്കിൽ നിയമം അനുഷ്ഠിച്ചാലാണോ? കാരണം പലപ്പോഴും കരുതിയിരുന്നത് പല മതങ്ങളിലും, ഒരു മതത്തിലെന്നല്ല, പല മതങ്ങളുടെയും ധാരണ എന്ന് പറയുന്നത് നിയമം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിലൂടെ രക്ഷ ലഭിക്കും എന്നാണ് മിക്ക മതങ്ങളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കഥ പറയുകയാണെങ്കിൽ, ഞാനും ദൈവവും കൂടി ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. വേണമെങ്കിൽ ഏദൻ തോട്ടം എന്ന് വയ്ക്കാം. ഏദൻ തോട്ടത്തിൽ നടക്കുകയായിരുന്നു. നടക്കുന്നതിനിടയിൽ ദൈവത്തിൻ്റെ കരം വിട്ട് ഓടിയ ഞാൻ ഇതാ ഒരു പടുകിണറ്റിലേക്ക് വീഴുകയാണ്. ഈ വീഴുമ്പോൾ ആ വെള്ളത്തിൽ ഞാൻ മുങ്ങി ചാവാൻ നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടെ വെള്ളത്തിൽ എനിക്ക് മുമ്പ് വീണുപോയ വ്യക്തികൾ അവർ എനിക്ക് പറയുകയാണ്, നിങ്ങളിങ്ങനെ നീന്തൂ, കൈ ഇങ്ങനെ ഇട്ടടിക്കൂ, കാലിങ്ങനെ ഇട്ടടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നീന്താൻ സഹായിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ നിയമങ്ങളെ, ന്യായപ്രമാണത്തെ, പ്രവാചകന്മാർ ലഭിച്ച, ഗുരുക്കന്മാരുടെ ലഭിച്ച ന്യായപ്രമാണങ്ങളെ നമുക്ക് ഈ വിഷയമായിട്ടാണ് കാണാൻ സാധിക്കുക. എങ്ങനെ ഈ ഭൂമിയിൽ കൈകാലിട്ടടിച്ച് ജീവിക്കാം, എങ്ങനെ തുഴയാം എന്ന് മാത്രമാണ് ഈ പ്രവാചകന്മാർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് പറയാനുള്ളത്. ഇതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം, ഒരു മതത്തിൻ്റെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മോശയുടെ നിയമങ്ങൾ അവർക്കുണ്ട്. ആ നിയമം അനുസരിച്ചിട്ടാണ് അവർ ഈ വിഷയങ്ങളെ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാമെന്നതിന് അവർ പഠിക്കുന്നത് മോശയുടെ ന്യായപ്രമാണം എന്ന വിഷയം എടുത്തുകൊണ്ടാണ്. ആ പ്രമാണങ്ങളുടെ മുന്നോട്ട് പോകാനാണ് ബൈബിളിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇസ്ലാം മതത്തിലാണെങ്കിൽ അത് പ്രവാചകചര്യ, അതുപോലെ ശരീഅത്ത് നിയമങ്ങൾ ഇതനുഷ്ഠിച്ച് ജീവിച്ചാലാണ് രക്ഷ ലഭിക്കുന്നത്, നിത്യജീവൻ ലഭിക്കുന്നതെന്നാണ് അവരുടെ ധാരണ. ബുദ്ധമതത്തിലാണെങ്കിൽ അഷ്ടാംഗ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അഷ്ടാംഗ മാർഗങ്ങളും ബുദ്ധൻ്റെ ജീവിതചര്യം എങ്ങനെയാണോ അതിനനുസരിച്ചെന്നാണ് അവരും പഠിക്കുന്നത്. ജൈനമതത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് 3 ത്രിവിധ മാർഗങ്ങളെ പറയുന്നത്. അവസാനത്തെ പ്രവാചകൻ അല്ലെങ്കിൽ അവസാനത്തെ ഗുരു എന്ന് പറയുന്നത് മഹാവീരനാണ്, അതിനനുസരിച്ചാണ് അവരും പഠിക്കുന്നത്. ഇതേ തത്വം തന്നെയാണ് ഹിന്ദുമതത്തിലും. കർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയും. ആ കർമ്മശാസ്ത്രം അനുസരിച്ച് ഇന്ന പോലെ ജീവിക്കുകയാണെങ്കിൽ ഓരോ വിഭാഗങ്ങൾ, ജാതികളുണ്ട്. ആ ജാതികൾ ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ കർമ്മം അനുസരിച്ച് ജീവിച്ചാൽ അവർ മോക്ഷം പ്രാപിക്കുമെന്നും അവരും വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് മനിക്കേയനിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളുടെയും ഒരു അടിസ്ഥാന ധാരണ എന്ന് പറയുന്നത് നിയമപ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോയാൽ, അതുമല്ലെങ്കിൽ ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ പ്രവാചകചര്യ, ഗുരുക്കന്മാരെങ്ങനെ ജീവിച്ചു. ഇപ്പോൾ ഗുരുനാനക്ക് സിഖ് മതത്തിൻ്റെ അവസാനത്തെ പ്രവാചകനാണ്, അവസാനത്തെ ഗുരുവാണ് ഗുരുനാനക്ക്. അവർക്കും ഇതുപോലെ പുസ്തകമുണ്ട്. പാഴ്സി മതത്തിനും ഇപ്രകാരം തന്നെയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സംഭവമാണ് രക്ഷയെക്കുറിച്ച് ക്രിസ്തു മതം പഠിപ്പിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും കിണറിൽ വീണ വ്യക്തി മുകളിൽ പൂന്തോട്ടത്തിൽ എത്താൻ പോകുന്നില്ല. അവിടെ ഇരുന്ന് എത്ര നീന്തിയാലും, എത്ര കൈകാലിട്ടടിച്ചാലും, എത്ര നിയമാനുഷ്ഠാനങ്ങൾ നടത്തിയാലും ഈ വ്യക്തി കിണറിൽ വീണ് കിടക്കുകയാണ്. ഒരിക്കലും ആ വ്യക്തി മുകളിലോട്ട് പൂന്തോട്ടത്തിൽ എത്തുകയില്ല. ഇതാണ് അടിസ്ഥാന വസ്തുത. അപ്പോൾ മുകളിലോട്ട് വരിക എന്ന് പറയുന്നതാണ് രക്ഷ. ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചത്, ആ സൃഷ്ടിയിലേക്ക് തിരികെ വരിക, മനുഷ്യൻ കടന്നു വരിക, ഇതിനെയാണ് ക്രിസ്തുമതം രക്ഷ എന്ന് പഠിപ്പിക്കുന്നത്. അതല്ലാതെ ന്യായപ്രമാണങ്ങൾ, നിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്നുള്ളൊരു വാദഗതി അത് ക്രിസ്തു മതത്തിലില്ല. ഇതാദ്യം കൊണ്ടുവരുന്ന വ്യക്തി, ലോക ചരിത്രത്തിൽ ഇപ്രകാരം വാദിച്ച് ആദ്യം കൊണ്ടുവരുന്ന വ്യക്തി യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവാണ് യഹൂദന്മാർക്കിടയിലേക്ക് ഈ ഒരു തർക്ക വിഷയം എടുക്കുന്നത്. ന്യായപ്രമാണങ്ങളെല്ലാം മോശ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ന്യായപ്രമാണങ്ങളെയും പൂർത്തീകരിക്കുക എന്നുള്ള ദൗത്യം യേശുക്രിസ്തു ചെയ്തു. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണ് യേശുക്രിസ്തു, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം എങ്ങനെയാണ് രക്ഷയാകുന്നത് എന്നതിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാണ് യേശുക്രിസ്തു? അപ്പോൾ നമ്മൾ ആദ്യമേ എന്താണ് ഈ രക്ഷ, എങ്ങനെയാണ് ഈ രക്ഷ നഷ്ടപ്പെട്ടു പോയത്, ആർക്കിത് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തെ പറ്റി പഠിക്കാം. മിക്ക മതങ്ങളിലെയും കൺസെപ്റ്റ് അനുസരിച്ച് ദൈവത്തിന് മനുഷ്യനുമായി യാതൊരു ബന്ധവുമില്ല. ദൈവം പ്രപഞ്ചത്തിന് പുറത്ത്
എവിടെയും എനിക്ക് സൃഷ്ടിക്കുന്നു. പ്രപഞ്ചത്തിന് പുറത്തുള്ളൊരു ദൈവം, പ്രപഞ്ചത്തിനകത്തേക്ക് കടന്നു വരാൻ പറ്റാത്തൊരു ദൈവം, പ്രപഞ്ചത്തിൽ ഇല്ലാത്തൊരു ദൈവം. ഈ ദൈവത്തെയാണ് മിക്ക മതങ്ങളും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. ജൂതമതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇറങ്ങി വരും. അബ്രാഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമുണ്ട്, മോശയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമയാസമയങ്ങളിൽ മലക്കുകളെ അയക്കുക, സമയാസമയങ്ങളിൽ പ്രവാചകന്മാരെ അയക്കുക എന്നൊരു ദൗത്യമാണ് ദൈവം ചെയ്യാറ്. എന്നാൽ ദൈവം അതുപോലെ ഒരു പുസ്തകം കൊടുത്തു. ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കുവാൻ കാലാകാലങ്ങളിൽ ഇസ്ലാം മത വിശ്വാസം സംബന്ധിച്ചിടത്തോളം മോശയ്ക്ക് ഒരു പുസ്തകം നൽകി, തൗറാത്ത്. ഈസാ നബിക്ക് ഒരു പുസ്തകം നൽകി, ഇഞ്ചിൽ. അതിനുശേഷം അവസാന പ്രവാചകനായ മുഹമ്മദിന് ഖുർആൻ നൽകി എന്ന രീതിയിലാണ് പലപ്പോഴും ഇസ്ലാം മതവിശ്വാസികൾ സംസാരിക്കാറ്. അതായത് ദൈവം എന്ന് പറയുന്നത് മനുഷ്യനെ പുസ്തകം കൊടുക്കുന്ന വ്യക്തി, മനുഷ്യനെ പ്രവാചകന്മാരെ അയക്കുന്ന വ്യക്തി, ജീവിക്കാൻ വേണ്ടി പ്രവാചക ചര്യ അനുഷ്ഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന വ്യക്തി. ഈ ഒരു രീതിയിലാണ് മിക്ക മതങ്ങളും കാണുന്നത്. യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്നുള്ളൊരു ബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ വരുന്നത് ഞാൻ കരുതുകയാണ്. ഞാൻ പറയട്ടെ, കണ്ണ് സൃഷ്ടിച്ച ദൈവത്തിനെ, കാത് സൃഷ്ടിച്ച ദൈവത്തിനെ, സംസാരിക്കാൻ അതരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനെ, കൈക്കാലുകൾ സൃഷ്ടിച്ച ദൈവത്തിനെ, ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു ഹൃദയം എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല? എല്ലാ മനുഷ്യർക്കും എന്തുകൊണ്ട് ദൈവത്തിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന, ദൈവിക നിയമങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൃദയം കൊടുക്കാൻ സാധിച്ചില്ല? എന്തിനാണ് വെറുതെ പുസ്തകം കൊടുക്കുന്നത്? എന്തിനാണ് വെറുതെ പ്രവാചകന്മാരെ അയക്കുന്നത്? എല്ലാവർക്കും അവരുടെ ഹൃദയങ്ങളിൽ ആ നിയമമുണ്ടെങ്കിൽ അവർ അപ്രകാരം ജീവിക്കുമായിരുന്നില്ലേ? അപ്പോൾ ദൈവം പരിപൂർണനാണ്, ദൈവം പരിശുദ്ധനാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പരിപൂർണനായ ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അപൂർണനായി സൃഷ്ടിക്കുമോ? മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നശ്വരതയിലേക്ക് സൃഷ്ടിക്കുമോ? പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ നശ്വരതയിലേക്ക് സൃഷ്ടിക്കുമോ? അതോ അനശ്വരതയിലേക്ക് സൃഷ്ടിക്കുമോ? കാരണം ദൈവം പരിപൂർണനാണ്, ദൈവം പരിശുദ്ധനാണ്. അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിച്ചത് പരിപൂർണതയിലാണ്, ദൈവം സൃഷ്ടിച്ചത് പരിശുദ്ധിയിലാണ്. ഇവിടെ പാപമില്ലാത്ത അവസ്ഥയിലാണ്, പരിപൂർണതയിലാണ്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് നന്മ ചെയ്യാനേ പറ്റൂ, തിന്മ ചെയ്യാൻ സാധ്യമല്ല. അവനൊരു പുസ്തകത്തിൻ്റെയും ആവശ്യമില്ല. അവൻ്റെ ഹൃദയ ഫലകങ്ങളിൽ ദൈവത്തിൻ്റെ സത്തുണ്ട്. ആ ദൈവത്തിൻ്റെ സത്തിനാണ് ക്രിസ്ത്യാനികൾ ഇപ്രകാരം പറയുക, പരിശുദ്ധാത്മാവ്. അതുള്ളിടത്തോളം കാലം അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ബൈബിളിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഈ ഒരു അവസ്ഥയിലേക്കുള്ള രൂപാന്തരീകരണത്തിനെയാണ് ക്രിസ്തുമതം വിഭാവനം ചെയ്യുന്നത്. അതായത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ പൈശാചിക ശക്തി ഇല്ലെങ്കിൽ, തിന്മാരൂപി ഇല്ലെങ്കിൽ, ഞാൻ ദൈവത്തിന് അറിയുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ദൈവത്തെ ഉപേക്ഷിക്കും? എങ്ങനെ ഞാൻ പാപം ചെയ്യും? പിന്നെ എന്തിനാണ് എനിക്ക് നിയമം? പാപമുള്ളിടത്തേ നിയമത്തിന് പ്രസക്തിയുള്ളൂ, പാപമില്ലാത്തിടത്ത് നിയമത്തിന് പ്രസക്തിയുണ്ടോ? ക്രിസ്തുമതം വിഭാവനം ചെയ്യുന്നതാണ് എൻ്റെ ഉള്ളിലുള്ള ദൈവിക സത്ത എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് പാപം കടന്നു വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷ നിത്യജീവൻ അവകാശമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു സത്ത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് എനിക്ക് തിരിച്ചു പിടിക്കണം. അതാണ് എൻ്റെ രക്ഷയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്, ദൈവം മനുഷ്യനെ മരണമില്ലാത്തവനായിരുന്നു സൃഷ്ടിച്ചത്, മരണമുള്ളവനായിട്ടല്ല. മരണം എന്ന് പറയുന്നത് അപൂർണതയാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരണമില്ലാത്തവനായിട്ടാണ്. എന്നാൽ പാപം വഴി മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് മരണം കടന്നു വന്നു. ഈ മനുഷ്യകുലം പാപത്തിലേക്ക് വീണതുകൊണ്ടാണ് ഇവിടെ മരണം കടന്നു വന്നത്. നിത്യജീവൻ എന്ന നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ മരണത്തെ തോൽപ്പിക്കേണ്ടത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമയാണ്. മരണമില്ലാത്തൊരു ലോകത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണം, അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യം ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു. ഒന്ന്, ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഹൃദയഫലകങ്ങളിൽ ഓൾറെഡി നിയമം എഴുതിയിട്ടുണ്ട്. ആ നിയമം എഴുതിയിരിക്കുന്നത് ദൈവിക സത്തയാണ്, അത് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ നഷ്ടമാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ നിയമത്തെ അന്വേഷിക്കുന്നത്, ന്യായപ്രമാണത്തെ അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മരണമില്ലാത്ത അവസ്ഥയിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മരണം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പാപം മൂലം കടന്നു വന്നതാണ്. അപ്പോൾ ഈ രണ്ടവസ്ഥ പിന്നെയുമുണ്ട്.
ജാതി വ്യവസ്ഥ കടന്നു വന്നു, അടിമത്തം കടന്നു വന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം പാപം വഴി കടന്നു വന്നതാണ്. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, മനുഷ്യന് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ, മനുഷ്യന് നിത്യജീവൻ അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയ ഈ സൗഭാഗ്യം മനുഷ്യന് തിരിച്ചു തരിക എന്നുള്ളതാണ്. ഞങ്ങൾ പറയും യേശുക്രിസ്തു ഏകരക്ഷകനാണ്, യേശുക്രിസ്തു കുരിശുമരണത്തിൽ നമ്മെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നൽകി, മനുഷ്യനെ നിത്യജീവൻ നൽകി. ഇത് രണ്ടിനുമാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അത് നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വന്നാൽ പിന്നെ എനിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. നിയമം ഞാൻ കഷ്ടപ്പെട്ടനുസരിക്കുകയല്ല. നിയമം, അതായത് യഥാർത്ഥ നിയമം, ദൈവിക നിയമം എൻ്റെ ഹൃദയഫലങ്ങൾ എഴുതുമ്പോൾ ഞാൻ ഓൾറെഡി ഇതനുസരിച്ച് പോവുകയാണ്. ഇതാണ് ക്രൈസ്തവ മാർഗത്തിൻ്റെ രക്ഷാശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ഈ രക്ഷ കടന്നു വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാപം കടന്നു വരുന്നത് എന്നുള്ള വസ്തുത പഠിക്കാൻ പോവാം. നിങ്ങൾക്കറിയാം ഏദൻ തോട്ടത്തെ പറ്റി പറയുന്നത്. ബൈബിളിലെ ന്യായപ്രമാണം 3 ടൈപ്പാണ്. 3 തരം നിയമങ്ങളെ ബൈബിളിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, ഞങ്ങളതിൻ്റെ ധാർമ്മിക നിയമം എന്ന് പറയുന്നത്, അത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഒന്നാമത്തെ നിയമം. അടുത്ത സെഷൻ എന്ന് പറയുന്നത് പഴയ നിയമമാണ്. മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് പുതിയ നിയമമാണ്. ബൈബിളിൽ നമ്മൾ 2 ഭാഗമായിട്ട് കാണും, പഴയ നിയമം, പുതിയ നിയമം. യഥാർത്ഥത്തിൽ ഈ 3 നിയമമുണ്ട്. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ധാർമ്മികതയുടെ നിയമം എന്ന് പറയും. അത് ഏദൻ തോട്ടത്തിലെ നിയമമാണ്. ഏദൻ തോട്ടത്തിൽ എന്താണോ നിയമം, ആ നിയമം തന്നെയാണ് യേശുക്രിസ്തു പുതിയ നിയമത്തിലൂടെ സ്ഥാപിക്കുന്നത്. കാരണം അത് ദൈവിക നിയമമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പാപമുള്ള ജീവിതത്തിൽ, പാപമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന നിയമമല്ല. അത് പരിശുദ്ധനായ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള നിയമമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റും, ഈ നിയമം അനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന് ആ നിയമമേ ഉള്ളൂ. ദൈവത്തിന് അങ്ങനെ ഒരു നിയമമേ ഉള്ളൂ. കാരണം ദൈവം ഒരു മാറ്റമില്ലാത്തവനാണ്. സമയാസമയത്തിന് മനുഷ്യൻ്റെ അധപതനത്തിനനുസരിച്ച് നിയമം മാറ്റി കൊടുക്കാൻ ദൈവത്തിന് പറ്റുമോ? അങ്ങനെയില്ല. ദൈവത്തിനൊരു നിയമമേ ഉള്ളൂ. ആ നിയമം ഏദൻ തോട്ടത്തിലെ പറുദീസയിലെ നിയമമാണ്. അതുതന്നെയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ കടന്നു വരുമ്പോഴും ആ നിയമമേ പറയാൻ പറ്റുള്ളൂ. ഇതിനെയാണ് ദൈവിക നിയമം എന്ന് പറയുന്നത്. ഈ ദൈവിക നിയമം അനുസരിച്ചിട്ടാണ് ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അവർ ഈക്വലാണ്. അവർക്ക് ആരാണ് പറയുന്നത്, ആരുടെ നിയമമാണ് അവിടെ പ്രാവർത്തികമാകുന്നത്? പുരുഷന്റെ നിയമമാണോ പറുദീസയിൽ? അല്ല. സ്ത്രീയുടെ നിയമമാണോ? അല്ല. പിന്നെ ആരുടെ നിയമമാണ് ഏദൻ തോട്ടത്തിലുള്ളത്? ദൈവത്തിൻ്റെ നിയമമാണ്. ഇവിടെയാണ് പാപം കടന്നു വരുന്നത്. നമ്മൾ വിചാരിക്കും പാപം എന്ന് പറയുന്നത് ആദവും ഹവ്വയും ആപ്പിൾ പൊട്ടിച്ച കഥയാണോ, നന്മത്തിന്മേൽ വൃക്ഷത്തിൻ്റെ പഴം പിടിച്ച കഥയാണോ എന്നൊക്കെ കരുതും. യഥാർത്ഥത്തിൽ അതല്ല അവിടെ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ശരിയല്ല നിങ്ങളുടെ ശരി. ഞാൻ പറയുന്ന ശരികൾ നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ ശരികളാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരി എൻ്റെ ശരിയാവണമെന്നില്ല. ഒരു വിഷയത്തിൽ നമ്മൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും നല്ലവൻ ഒരു വ്യക്തി മധ്യസ്ഥനെ വയ്ക്കും. അവൻ പറയുന്നത് ശരിയാണ്, ഏറ്റവും നല്ല ശരി എന്ന് നമ്മൾ പറയും. ഇതാണ് നിയമം. അപ്പോൾ ഇതുപോലെ ഈ ശരികളെ കണ്ടെത്താൻ വേണ്ടി നമ്മളൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചെയ്യുന്നത് അവൻ്റെ ശരിയാണ് എൻ്റെ ശരി. അപ്പം നമ്മൾ നിയമസഭയുണ്ടാക്കി, നിയമം ഉണ്ടാക്കുക. ഓരോ നിയമങ്ങളും നമ്മൾ പറയുന്ന പോലെ നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രതിനിധികൾ പോയി നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പാർലമെൻറ്റ് ഉണ്ടായി, ഭരണഘടന ഉണ്ടായി. നമുക്കൊരു ഭരണഘടന ഉണ്ടായത് ഇതുപോലെ തന്നെയാണ്. എൻ്റെ ശരി നിങ്ങളുടെ ശരിയും ഒന്നല്ലാത്തത് കൊണ്ട് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു ശരി ഉണ്ടാക്കാൻ വേണ്ടി ഭരണഘടനയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഏറ്റവും നല്ല ശരി ആരുടേത്? മഹാത്മാഗാന്ധിയുടെ ആണോ, അംബേദ്കറിൻ്റെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ചരിത്രത്തിൽ ഇന്ന് വരെ പഠിപ്പിച്ച വ്യക്തികളിൽ ആരുടെ ശരിയാണ് ഏറ്റവും നല്ല ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യേശുക്രിസ്തു പഠിപ്പിച്ചതാണ് ശരിയായ ശരി എന്ന്. കാരണം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് ഒരു നിയമം പറഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞ നിയമം തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ ഞാൻ പറയും യേശുക്രിസ്തു പിന്നെ ദൈവമല്ലെന്ന്. കാരണം യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് ദൈവം ഭൂമിയിൽ വന്നൊരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം സത്യത്തിൻ്റെ നിയമമാണ്. അതിനപ്പുറത്തേക്ക് ഒരു നിയമമില്ല. അതിനപ്പുറത്തേക്ക് ഇന്നും ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ദൈവിക ശരികളോട് യെസ് ഓർ നോ പറയുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യുന്ന പ്രശ്നം. ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ദൈവം ഒരു ശരി വയ്ക്കുകയാണ്, ദൈവത്തിനൊരു നിയമം വയ്ക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴം, ഈ കാണുന്ന വൃക്ഷത്തിൻ്റെ പഴം തിന്നരുത്, ഇതാണ് എൻ്റെ ശരി എന്ന് ദൈവം പറയുക ആദത്തോടും ഹവ്വയോടും.
ഈ ശരിക്കപ്പുറം നിനക്കൊരു ശരിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ മരിക്കും. ഇതാണ് ആദ്യത്തെ മരണം കടന്നു വരുന്നത്. അപ്പോൾ ആദം പറയുകയാണ്, ദൈവമേ, നിന്റെ ശരിയല്ല, നിന്റെ നിയമമല്ല, നിന്റെ ന്യായപ്രമാണമല്ല എൻ്റെ ശരി, എൻ്റെ ന്യായപ്രമാണം ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദവും ഹവയും ആ പഴം ഭക്ഷിക്കുന്നു. അതാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത്. കാരണം നന്മ ഏത് തിന്മ ഏതെന്ന് ദൈവമാണ് ഇത്രയും കാലം തീരുമാനിച്ചതെങ്കിൽ ഇനി തീരുമാനിക്കാൻ പോകുന്നത് ദൈവമല്ല, ഞാനാണ് എന്ന് മനുഷ്യൻ പറയുന്നിടത്താണ് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. അത് ഭക്ഷിച്ചതോടുകൂടി ദൈവം പറയുകയാണ്, ഇനി നിയമം എന്ന് പറയുന്നത്, ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവം പറയുന്നതല്ല, കയ്യൊക്കുള്ളവൻ പറയുന്നതാണ്. അതാണ് പിന്നെ സംഭവിക്കുന്നത്. കയ്യൊക്കുള്ളവൻ ആരോ അവൻ പറയുന്നിടത്താണ് ഇനി നിയമമുള്ളത്, ന്യായപ്രമാണമുള്ളത്. അതുകൊണ്ട് ദൈവം ഹവയോട് പറഞ്ഞു, പുരുഷൻ നിന്നെ ഭരിക്കും. അത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ കാണുന്നൊരു നിയമമാണ്. പക്ഷെ അത് നിയമമല്ല, ദൈവിക നിയമമല്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് അവിടെ പുരുഷൻ സ്ത്രീയെ ഭരിക്കലല്ല, അവർ ഈക്വാലിറ്റി ആയിരുന്നു. എന്നാൽ കയ്യൊക്കുള്ളവൻ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പുരുഷൻ സ്ത്രീയെ ഭരിക്കാൻ തുടങ്ങി. അതാണ് ദൈവം അവിടെ പറഞ്ഞത്. പിന്നെ അവിടെ മൊത്തം മാറുകയാണ്. മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരനെ ഭരിക്കും, ഉടമ അടിമയെ ഭരിക്കും. ഇതാണ് 3 തരംതിരിവ്. അതായത് യഹൂദനെന്നോ യവനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പറയുന്നിടത്താണ് പുതിയ നിയമം. പഴയ നിയമം എന്ന് പറയുന്നത് കയ്യൊക്കുള്ളവൻ ഭരിക്കുമെന്ന് പറയുന്നതാണ്. എന്നാൽ ഏദൻ തോട്ടത്തിലെ നിയമം എന്ന് പറയുന്നത് ഈ അവസാനം പറഞ്ഞ പുതിയ നിയമത്തിൻ്റെ അതേ നിയമം തന്നെ. ഇവിടെയാണ് ന്യായപ്രമാണം കടന്നു വരുന്നത്, നിയമങ്ങൾ കടന്നു വരുന്നത്. ഇതാദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഞാനിന്ന് പറയുന്നത് അറിയുമ്പോൾ പലപ്പോഴും ഹംസക്കയോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. ഹംസക്ക ലാസ്റ്റ് പറയും, എനിക്ക് നീ പറഞ്ഞത് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞ ആൾ ഒഴിയാറ് പലപ്പോഴും. ഞാൻ വിശ്വസിച്ചില്ല എന്ന് നമുക്ക് പറയാം. ജിൻഡോ നീ പറയുന്നത് എനിക്ക് വിശ്വാസമായില്ല, ഓക്കെ, മനസ്സിലായില്ലെന്ന് പറയരുത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമ്പോൾ എവിടെയാണ് പിഴവ് വന്നത്? ദൈവത്തിൻ്റെ ശരിയല്ല ശരി, എൻ്റെ ശരിയാണ് ശരി എന്ന് ആദം പറഞ്ഞെടുത്താണ് പാപം കടന്നു വരുന്നത്. അതിന് പാപം എന്ന് പറയുന്നത്. അപ്പോൾ മരണം കടന്നു വന്നത് എങ്ങനെയാണ്? മരണം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ 2 തരം മരണമുണ്ട്. ഒന്നാമത്തെ മരണം, രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തെ സംബന്ധിച്ചുള്ള മരണമാണ്. ഇപ്പം എൻ്റെ അപ്പാപ്പൻ മരിച്ചുപോയി. എൻ്റെ അപ്പാപ്പൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അപ്പാപ്പൻ എനിക്കിനി കാണാൻ പറ്റുന്നില്ല. 4 കൊല്ലം മുമ്പ് മരിച്ചു പോയതാ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് എന്നിൽ നിന്ന് ആ വ്യക്തി വിട്ടുപോയി. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പാപ്പൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുക. അപ്പോൾ അവിടെ ഒരു ജനനം സംഭവിച്ചത്. അപ്പോൾ മരണം എന്ന് പറയുന്ന ആസ്പെക്ട്, നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് നാം പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഭൂമിയിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോഴല്ല. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപം വഴി ആ വ്യക്തി ദൈവത്തിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ്. അതുകൊണ്ടാണ് പാപം ചെയ്ത ഉടനെ ദൈവം ചോദിച്ചു, ദൈവം പറഞ്ഞു, നീ പാപം ചെയ്താൽ നീ മരിക്കും, നന്മത്തിന് മനുഷ്യത്തിൻ്റെ പഴം ഭക്ഷിച്ചാൽ നീ മരിക്കും. അവിടെ നമ്മൾ ആരും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലും മരണത്തെ കാണുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ സംബന്ധിച്ച് ആ വ്യക്തി മരിച്ചു. ആദം നീ എവിടെ? നിന്നെനിക്ക് കാണാൻ പറ്റുന്നില്ലോ എന്നാണ് ദൈവം ആദത്തോട് ചോദിക്കുന്നത്. അവിടെയാണ് മരണം സംഭവിച്ചത്. ഒന്നാമത്തെ മരണം അത് പാപമാണ്. യേശു ഇത് പറയുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അവൻ വിട്ടുപോയപ്പോൾ കാണാതെ പോയവൻ തിരിച്ചു വരുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്, ഇതാ അവൻ മരിച്ചവനായിരുന്നു തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ മരണം. ഇനി രണ്ടാമത്തെ മരണം ബൈബിളിൻ്റെ ഭാഷയിൽ അത് മരിച്ചതിന് ശേഷം ഈ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ മരണം എന്ന് ബൈബിളിൽ പറയുന്നത്. അപ്പോഴും ദൈവത്തിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് മരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ മരണം സംഭവിക്കുമ്പോൾ ബൈബിളിൻ്റെ ഭാഷയിൽ എങ്ങനെയാണ് ഈ മരണം എന്ന് പറയുക? ദൈവത്തിൽ നിന്ന് ആ വ്യക്തി വിട്ടുപോവുകയാണ്. വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? വിട്ടുപോയാൽ ഈ വ്യക്തിയുടെ ശരീരം മണ്ണിനോട് അഴുകി ഇല്ലാതെയാകും. നമുക്കറിയാമല്ലോ. രണ്ടാമത്തത്, ഈ മനുഷ്യൻ്റെ ആത്മാവ്, മരിച്ച വ്യക്തിയുടെ ആത്മാവ്, ഈ ആത്മാവ് സ്വർഗം പ്രാപിക്കാതെ നരകത്തിലേക്ക് പോകും. കാരണം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായതുകൊണ്ട് പരിശുദ്ധർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ഒരു പാപിക്കും സ്വർഗത്തിൽ പ്രവേശനമില്ല. ദൈവം കരുണ കാണിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് ഒരു പാപിക്കും പ്രവേശനമില്ല. അങ്ങനെയെങ്കിൽ ആര് സ്വർഗത്തിൽ പോകും? ഒരാൾക്കും പോകാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ന്യായപ്രമാണങ്ങൾ അനുസരിക്കുന്നതിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം സ്വർഗമല്ല.
ന്യായപ്രമാണങ്ങൾ അനുസരിക്കാത്തവന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം നരകവുമല്ല, മറിച്ച് അവൻ പാതാളത്തിലേക്ക് പോകും, ഭൂമിയിൽ അതിന് ഐശ്വര്യമുണ്ടാകും എന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് യാക്കോബ് മരിക്കുമ്പോൾ പറയുന്ന ഒരു വസ്തുതയുണ്ട്. ജോസഫ് മരിച്ചപ്പോൾ, യാക്കോബിൻ്റെ മകൻ യൂസഫ് എന്ന് നിങ്ങൾ പറയും, മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ യാക്കോബ് വിലപിക്കുന്നത് ഞാനും എൻ്റെ മകൻ്റെ അടുത്തേക്ക് പാതാളത്തിലേക്ക് പോകുമെന്നാണ്, സ്വർഗത്തിൽ പോകുമെന്നല്ല. യേശു പറയുന്നത് ധനവാന്യ ലാസറിൻ്റെ ഊമയിലെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് പോകുന്ന പറയുന്നത്. കാരണം അബ്രാഹം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പാതാളം. അതായത് നരകത്തിൻ്റെ മേലെ ദൈവം വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് പാതാളം. അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പ് വരെ ഒരു വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. ആകെ പ്രവേശിച്ചത് മോശയെയും ഏലിയായും. അതിനുവേണ്ടി പിശാച് ദൈവത്തോട് വാതിലിക്കുന്ന ഘടകം ബൈബിളിലുണ്ട്. അപ്പോൾ ആരും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ വാതിൽ അടച്ചിരിക്കുക. മനുഷ്യന് സ്വർഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിലെ പഴയ നിയമഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിൽ പോകേണ്ടത്, അല്ലാതെ ശരീരമില്ലാതെ ആത്മാവ് മാത്രമല്ല. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് രക്ഷ തിരിച്ചു കിട്ടുക? അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. രക്ഷ തിരിച്ചു കിട്ടണമെങ്കിൽ രക്ഷ എങ്ങനെ നഷ്ടപ്പെട്ടുവോ അതുപോലെ തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ പ്രത്യേകത. രക്ഷ എങ്ങനെ നഷ്ടപ്പെട്ടു പോയത്? ദൈവത്തിൻ്റെ ശരിയല്ല എൻ്റെ ശരി, ഞാൻ പറയുന്നത് ശരിയാണ് എൻ്റെ ശരി എന്ന് പറഞ്ഞപ്പോഴാണ് രക്ഷ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഭൂമിയുടെ മേൽ ദൈവത്തിനൊരു അധികാരവുമില്ലേ? യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് ഉത്തരം. ദൈവത്തിൻ്റെ ഭൂമി ദൈവം മനുഷ്യന് കൊടുത്ത സമ്മാനമാണ്. ദൈവം ആദത്തോട് പറയുന്നുണ്ട്, നീ ഭൂമിയിൽ എല്ലാറ്റിനും പേരിടുക. അധികാരം മുഴുവൻ ദൈവം കൊടുത്തിരിക്കുന്നത് മനുഷ്യനാണ്, പേരിടാനുള്ള അധികാരം. പേരിടുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞ അർത്ഥം പേരിടുക എന്ന് പറഞ്ഞാൽ അധികാരം കൊടുക്കുക എന്നാണ്. നമുക്കൊക്കെ പേരിട്ടത് അപ്പനും അമ്മയാണ്, അധികാരം കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് അധികാരം. അത് എന്തധികാരമാണ്? ഇതിന് മേൽ, ഭൂമിയുടെ മേലുള്ള അധികാരം. ദൈവം പോലും മനുഷ്യൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ വരികയുള്ളൂ. പിശാച് പോലും മനുഷ്യൻ ആവശ്യപ്പെട്ടാലേ വരികയുള്ളൂ. അധികാരം മുഴുവൻ മനുഷ്യൻ്റെ കയ്യിലാണ്. അപ്പോൾ മനുഷ്യൻ്റെ മേലാണ് എല്ലാ ആധിപത്യവും. പിശാചിൻ്റെ മേലാണ് ഈ ഭൂമിയുടെ ആധിപത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ നരകമായി മാറിയേനെ. ദൈവത്തിനാണ് ഭൂമിയുടെ മേൽ അധികാരമെങ്കിൽ ഇത് സ്വർഗമായി മാറിയേനെ. മനുഷ്യനാണ് അധികാരം എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ പറഞ്ഞെടുത്ത് ഭൂമിയിൽ കാര്യം നിൽക്കുന്നത്. അധികാരം മനുഷ്യൻ്റെ കയ്യിലാണ്. ദൈവം ഈ അധികാരം മനുഷ്യന് കൊടുത്തപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? പാപം വഴി അത് പിശാചിന് കൊടുത്തു. പിശാച് ഈ അധികാരം കൈപ്പിടിച്ചിരിക്കുക. കാരണം സകല മനുഷ്യരും പാപികളാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. സകലരും ഈ കിണറ്റിൽ വീണിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ കഥയിലെ കിണറ്റിൽ വീണിരിക്കുക. എല്ലാവരും ഈ താഴ്ചയിലാണ്, നശ്വരതയിലാണ്. അങ്ങനെ പാപത്തിൽ വീണിരിക്കുക. ഒരാൾ പോലും വിശുദ്ധരില്ല. കാരണം എന്താ? അശുദ്ധിയിൽ നിന്ന് അശുദ്ധി മാത്രമേ ജനിക്കുള്ളൂ. അപ്പോൾ സകലരും അശുദ്ധരാണ്. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം? മനുഷ്യന് നിയമം അറിഞ്ഞുകൂടാ, ദൈവത്തിൻ്റെ നിയമം എന്തെന്ന് അറിഞ്ഞുകൂടാ. കാരണം അവൻ്റെ ഉള്ളിലെ ദൈവിക ജീവൻ എന്ന് പറയും, നിത്യജീവൻ, അത് നഷ്ടപ്പെട്ടു പോയി. ഒന്നാമത്തെ കാര്യം. അതുപോലെ അവന് അധികാരമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഈ അധികാരം തിരിച്ചു പിടിക്കണമേ, എങ്ങനെ പിടിക്കും? അപ്പം കാര്യം ഇതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ദൈവം മനുഷ്യനാണല്ലോ അധികാരം കൊടുത്തത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന, ആദത്തെയും ഹവ്വയെയും പോലെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യനെ ഭൂമിയുടെ മേലുള്ള അധികാരമുണ്ടായിരിക്കും. കാരണം പിശാചിന് ആ മനുഷ്യൻ്റെ മേൽ അധികാരമില്ല. അപ്പോൾ ആ മനുഷ്യനാണ് ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏത് മനുഷ്യനാണോ ഭൂമിയിൽ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് മാത്രം ജീവിക്കുന്നത്, അവനാണ് ഭൂമിയുടെ അധികാരി. അവൻ പറഞ്ഞെടുത്താണ് രക്ഷ. ആരെ കൊണ്ട് സാധിക്കും? ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഒരു പിഞ്ചു കുഞ്ഞിന് സാധിക്കുമോ? സാധിക്കില്ല. കാരണം അവൻ പാപമുള്ള ജീവിതത്തിൽ നിന്ന് ജനിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിൽ മാലാഖമാർക്ക് സാധിക്കുമോ? ഒരു മാലാഖയെ ഭൂമിയിലേക്ക് മനുഷ്യനായി വിട്ട് രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? സാധിക്കില്ല. കാരണം മാലാഖയ്ക്ക് ദൈവത്തെ മുഖാഭിമുഖം കാണുമ്പോൾ എന്നിട്ട് പോലും അനുസരിക്കാൻ സാധിച്ചില്ല. അവരാണ് പിശാചുക്കളായി മാറിയത്. അപ്പോൾ ദൈവത്തെ കാണാത്ത മനുഷ്യനെ പോയി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മാലാഖയുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. അപ്പോഴാണ് ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വരാൻ തീരുമാനിച്ചത്. വേറെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം പാപമില്ലാത്തവൻ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അവൻ പൂർണ്ണ ദൈവമാണ്, അതുപോലെ പൂർണ്ണ മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്ന നിലയിലാണ് യേശുക്രിസ്തു ഭൂമിയിൽ ജീവിക്കുന്നത്, ദൈവമായിട്ടല്ല. അവൻ ദൈവമാണ്, പക്ഷെ അവൻ ദൈവമായിട്ടല്ല ഭൂമിയിൽ ജീവിക്കുന്നത്, മനുഷ്യനായിട്ടാണ്. ഇങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് സകല അധികാരവും തിരിച്ചു പിടിക്കുക. എപ്രകാരം? ദൈവത്തിൻ്റെ ഇഷ്ടം അത് അവൻ്റെ ഉള്ളിലുണ്ട്. അത് പിതാവിൻ്റെ ഇഷ്ടം എന്ന് അവൻ പറയും.
ആ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം, അതായത് ദൈവിക നിയമം, റൂൾസ്, ആ നിയമം അതുപോലെ അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ച് കാണിച്ച് അവൻ്റെ ജീവിതം പൂർത്തിയാക്കുമ്പോൾ അവനുമേൽ പിശാചിന് അധികാരമില്ലെങ്കിൽ അവനാണ് ഭൂമിയുടെ രക്ഷകനായി മാറുന്നത്. ഇതാണ് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പ്രത്യേകത. ഇത് വെറുതെ ഇരിക്കുമോ? ഒരു മനുഷ്യൻ ഇതാ പിശാചിന്റെ കൺട്രോളിലില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് വെറുതെ ഇരിക്കുമോ? പിശാച് വെറുതെ ഇരിക്കില്ല. അവൻ്റെ പ്രഭുത്വങ്ങൾ ഉപയോഗിച്ചു, അതാണ് പിലാത്തോസ്. അധികാരങ്ങൾ ഉപയോഗിച്ചു, അതാണ് കയ്യഫാസ്. അതുപോലെ അവൻ സ്വർഗീയങ്ങൾ വസിക്കുന്ന ദുരാത്മാക്കൾ ഉപയോഗിച്ചു, അതാണ് യൂദാസ്. അതായത് ഈ ഭൂമിയിലുള്ള സകല തിന്മയുടെ ശക്തി എന്ന് പറയുന്നത് അത് പൂർണ്ണമായും യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനെതിരെ കടന്നു വന്നപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് കുരിശുമരണം. ആ കുരിശുമരണത്തിലൂടെ അവസാന നിമിഷം വരെയും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മുന്നോട്ട് പോയി എന്നുള്ളിടത്താണ് രക്ഷ കടന്നു വരുന്നത്. അതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നിടത്താണ് രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തു പറയുന്നത്. അതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന നിലയിലാണ് അവൻ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചിരുന്നത്, പക്ഷെ അവൻ ദൈവമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ രക്ഷയുടെ പ്രസക്തി എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അനുസരിച്ച് ജീവിച്ചാൽ അവൻ്റെ മേൽ ഈ ഭൂമിയുടെ മുഴുവൻ അധികാരവും ഉണ്ടായിരിക്കും. അതാണ് ക്രിസ്തു. യേശു ക്രിസ്തു എന്ന മനുഷ്യൻ ഭൂമിയുടെ മുഴുവൻ അധികാരവും പിടിച്ചെടുത്തു. അവൻ മരണത്തെ തോൽപ്പിച്ചു. എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചത്? അവൻ ദൈവമാണ്. അവൻ മരിക്കുന്നു, കുരിശിൽ മനുഷ്യനായി മരിക്കുന്നു. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരവും ആത്മാവും വേർപെടും. ഇതാണല്ലോ മരണം. ഇങ്ങനെ മരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ, യേശു ക്രിസ്തു എന്ന മനുഷ്യൻ്റെ ആത്മാവ്, മനുഷ്യാത്മാവ് മുമ്പ് പറഞ്ഞതുപോലെ പാതാളത്തിലേക്ക് പോവുക. അതുപോലെ യേശു ക്രിസ്തു എന്ന മനുഷ്യൻ്റെ ശരീരം മുമ്പ് പറഞ്ഞതുപോലെ കല്ലറയിലേക്ക് പോകുന്നു. മണ്ണിലഴുകാനും ആത്മാവ് പാതാളത്തെ ബന്ധിക്കാനുമാണ് പോകുന്നത്. പക്ഷേ അവൻ്റെ ഉള്ളിൽ ദൈവവചനം, പുത്രൻ തമ്പുരാൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ആത്മാവ്, ആ ദൈവം ആ മനുഷ്യാത്മാവിനെ വിട്ടുപിരിയാത്തതിനാൽ കല്ലറയിലേക്ക് പാതാളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സംഭവിക്കുന്നത്. അതോടുകൂടി പാതാളത്തിൻ്റെ താക്കോലുകൾ പൊട്ടിപ്പോയി. ദൈവമില്ലാത്ത സ്ഥലമാണ് നരകം, ദൈവമില്ലാത്ത സ്ഥലമാണ് പാതാളം. ഇതാ ദൈവം അവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ മടി അവിടെ വെച്ച് കഴിയുന്നത്. അവിടെ യേശു പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്ന അർത്ഥം ഇതാ. അവിടെ വരുമ്പോൾ ഈ ആത്മാക്കളെല്ലാം ദൈവത്തെ കാണുകയാണ്. അതോടെ ഈ പാതാളത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഈ ആത്മാവ് തിരികെ പോരുകയാണ്. ഇനി അതുപോലെ കല്ലറയിലേക്ക് പോയി യേശുവിൻ്റെ ശരീരം, മൃതശരീരം, മരണമടഞ്ഞ യേശുവിൻ്റെ തിരുമൃതശരീരം കല്ലറയിലേക്ക് പോയി. പക്ഷേ ആ മൃതശരീരത്തിലും തിരുമൃതശരീരത്തിലും ദൈവം വ്യാപരിക്കുകയാണ്. അതിനഴുകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 3-ാം ദിവസം ദൈവം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ശരീരത്തോടും ആത്മാവിനും കൂടെ. ഇതെന്തിനാണ്? എൻ്റെ ആത്മാവ് ഇനി മരിച്ചാൽ പാതാളത്തിൽ ബന്ധിതനാവില്ല. ഞാൻ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകും. കാരണം അവിടെ എനിക്ക് ശരീരമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ശരീരം. എൻ്റെ ശരീരം ഭൂമിയിൽ അഴുകിയാലും അത് അഴുകി തീരുകയില്ല. കാരണം 2-ാം വരവിൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരം മുന്നാധാരം എന്ന നിലയിൽ അവൻ നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കും. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെയാണ് രക്ഷയുടെ പൂർണ്ണത. മുമ്പ് പറഞ്ഞതുപോലെ കിണറ്റിൽ വീണാൽ എങ്ങനെ നീന്താമെന്നുള്ള പഠനമല്ല, മറിച്ച് മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചു എന്നുള്ള പൂർണ്ണതയാണ്. അപ്പോൾ 2-ാമത്തെ കാര്യം ദൈവിക നിയമമാണ്. ആ നിയമം പരിശുദ്ധാത്മാവാണ്, ന്യായപ്രമാണമാണ്. ആ പ്രമാണം അവൻ്റെ ഉള്ളിലുണ്ട്, ആ സത്ത അവൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിനെ വർഷിക്കാനാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവൻ എൻ്റെ ഉള്ളിൽ കിട്ടിയാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം എന്ന് പറയുന്നത് അതിൽ ബാധകമല്ല, അതിനപ്പുറത്തേക്കാണ് എൻ്റെ ചലനം. ഇതിനാണ് യേശു ക്രിസ്തു പറയുന്നത് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. മോശയുടെ നിയമം അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നിയമം അനുസരിച്ച് കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല. ദൈവത്തിൻ്റെ നിയമം, ദൈവം ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും ഒരുപോലെ മഴ പെയ്യിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവരും ക്ഷമിക്കാൻ സാധിക്കണം. ഇനി നമ്മൾ പറയും സ്ത്രീയുടെ വസ്ത്രമാണ് പ്രശ്നം, വ്യഭിചാരത്തിന് കാരണഹേതുവാകുന്നത് സ്ത്രീയുടെ വസ്ത്രമാണെന്ന്. യേശു ക്രിസ്തു തിരുത്തി. അല്ലെന്നേ, ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അതായത് നിയമം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലാണ്. പുരുഷൻ്റെ കണ്ണിലാണ് പാപം, എൻ്റെ ഉള്ളിലാണ്. ആ വ്യക്തി പാപഹേതുവാകുകയല്ല. 5 മിനിറ്റ് കൂടി. ആ വ്യക്തി പാപഹേതു ആവുകയല്ല. എൻ്റെ ഉള്ളിലുള്ള നിയമമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന നിയമം. അപ്പോൾ ഇങ്ങനെ യേശു ക്രിസ്തു ഓരോ പ്രമാണങ്ങളെയും പൂർത്തീകരിച്ച് കൊണ്ടുവരുന്നത് 10 പ്രമാണത്തെയും പൂർത്തീകരിച്ച് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഏദൻ തോട്ടത്തിൽ ഒരു പുരുഷൻ
പുരുഷന് ഒരു സ്ത്രീയേ ഉള്ളൂ. ഭാര്യ ഭർത്തൃ വിവാഹത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രം. ഇതാണ് ഏദൻ തോട്ടത്തിലെ നിയമം. ലോകത്തോട് ആദ്യമായി യേശുക്രിസ്തു പറഞ്ഞു, ആദ്യമായിട്ട് പറഞ്ഞു, ഒരു പുരുഷന് വിവാഹത്തിൽ ഒരു സ്ത്രീ മതി, അവർ ഇരുവരും ഒറ്റ ശരീരമായിരിക്കും. ആദിയിൽ അങ്ങനെയായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഡിവോഴ്സ്, വിവാഹമോചനം ഇല്ല. യേശു ഈ നിയമം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വരെ ചോദിച്ചത്, ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യമാണോ? പരിശുദ്ധാത്മാവുള്ളവനെ, കൃപയുള്ളവന് ഇത് സാധിക്കും, അല്ലാത്തതിന് പറ്റില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ ഇത് പറ്റൂ. അത് ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഉള്ളിൽ വരുമ്പോൾ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് അവർ ഇരുവരും ഒറ്റ ശരീരമായിരിക്കും എന്നുള്ള കാര്യം. അപ്പം മോശ ഞങ്ങൾക്ക് പ്രമാണം തന്നിട്ടുണ്ടല്ലോ, മോശ ഞങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ അനുവാദം തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറയുന്ന കാര്യം, അത് അവൻ്റെ ഹൃദയക്കാടിന് നിമിത്തമാണ്, നിങ്ങളുടെ ഹൃദയക്കാടിന് നിമിത്തമാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കണമേ, പ്രവാചകന്മാർക്കുള്ളൊരു കുറവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നു, രാത്രി സൂര്യൻ പ്രകാശിക്കുന്നില്ലേ? പ്രകാശിക്കുന്നുണ്ട്. രാത്രി നമുക്ക് ഈ പ്രകാശം തരുന്നത് ആരാണ്? ചന്ദ്രനാണ്. വേണമെന്ന് കരുതി സൂര്യൻ്റെ പ്രകാശത്തെ മറച്ചു പിടിച്ച് കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു തന്നതാണോ? അല്ല, ചന്ദ്രൻ അങ്ങനെ തന്നതല്ല. ചന്ദ്രൻ അവൻ്റെ കഴിവിനനുസരിച്ച് പ്രകാശം തരുന്നുണ്ട്. പക്ഷെ ദൈവത്തിൽ നിന്നുള്ള, സൂര്യനിൽ നിന്നുള്ള പൂർണ്ണമായി പ്രകാശം സ്വീകരിച്ച്, സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ പൂർണ്ണമായി സ്വീകരിച്ച് ഭൂമിയിലേക്ക് തരുവാൻ ചന്ദ്രൻ സൂര്യനല്ലല്ലോ. ചന്ദ്രൻ മാക്സിമം ചെയ്യുന്നുണ്ട്, സൂര്യൻ ശരിയായ പ്രകാശം തരികയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? സൂര്യൻ്റെ പ്രകാശം ചന്ദ്രൻ സ്വീകരിച്ച് തന്നിരിക്കുക, അതിൽ അപൂർണതയുണ്ട്. ദൈവത്തിൻ്റെ നിയമം മോശ സ്വീകരിച്ച് തന്നപ്പോൾ ഈ മോശയുടെ നിയമത്തിൽ, പ്രവാചകന്മാരുടെ നിയമത്തിൽ അപൂർണതയുണ്ട്. അവരുടെ സംസ്കാരം അനുസരിച്ച്, അവരുടെ കാലഘട്ടം അനുസരിച്ച്, അവരുടെ ചിന്താഗതി അനുസരിച്ചിട്ടാണ് അവർ ആ നിയമത്തെ മോൾഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയമത്തിൻ്റെ അപൂർണതയുള്ളത്. അതിനാണ് ഹൃദയകാഠിന്യം എന്ന് യേശു ക്രിസ്തു സൂചിപ്പിച്ചത്. ദൈവം മനുഷ്യനായി കടന്നു വന്നപ്പോൾ ഈ ഹൃദയകാഠിന്യത്തിൻ്റെ അവസ്ഥയില്ല. ദൈവത്തിന് അറിയാമല്ലോ നിയമം, ദൈവം ആ നിയമം പൂർണ്ണമായി അവതരിപ്പിക്കുക. അപ്പം ന്യായപ്രമാണം എന്ന് പറയുന്നത്, അതനുസരിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളപ്പോഴാണ്. പരിശുദ്ധാത്മാവാണ് ന്യായപ്രമാണത്തെ സൂചിപ്പിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത്, നമുക്ക് നൽകുന്നത്. അതുവരെയുള്ള സകല പ്രവാചകന്മാരുടെയും അതിനുശേഷമുള്ള സകല പ്രവാചകന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെയും ന്യായപ്രമാണത്തിന് കുറവുകളുണ്ട്. അത് ആ വെളിപാടിൻ്റെ അപൂർണതയാണ്. വെളിപാടിൻ്റെ പൂർണ്ണത ക്രിസ്തുവാണ്. രക്ഷയുടെ മാർഗം ക്രിസ്തുവിൻ്റെ കുരിശുമരണമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.